ഹായ് മക്കളെ, വെൽക്കം ടു നീറ്റ് ജെഇ കംപ്ലീറ്റ് കോഴ്സ് ഇൻ മലയാളം. ഈ ഒരു കോഴ്സിൽ നമ്മൾ നീറ്റിന്റെയും ജെയുടെയും എല്ലാ ചാപ്റ്റേഴ്സിന്റെയും എല്ലാ കോൺസെപ്റ്റുകളും ആ കോൺസെപ്റ്റുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നീറ്റിന്റെ വീഡിയോസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും, ജെയുടെ വീഡിയോസ് സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് കിട്ടും. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നീറ്റിനും ജെയ്ക്കും സെയിം ആയിട്ടാണ് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ് മാത്രം. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും, അതല്ലാതെ വേറെയും ക്വസ്റ്റ്യൻസ് ചെയ്യും. ഓക്കെ, ശരി. അപ്പോ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അതിനു മുമ്പ് ഫസ്റ്റ് ക്ലാസ് ആണ്, സോ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് ഫിസിക്സ് ആണ് അല്ലെ. ഈ ഫിസിക്സിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുക? ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചാണ്. ഫിസിക്സിൽ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താണ് സാർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? അപ്പൊ ഞാൻ പറയും, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, അത് എന്ത് വേണമെങ്കിലും ആവാം. എനിത്തിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന എന്തിനേയും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കാം. ഈ ഒരു പേനയുടെ ലെങ്ത് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റും, സോ ലെങ്ത് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇതിന്റെ മാസ് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റും, സോ മാസ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഈ ഒരു ബോർഡിന്റെ ഏരിയ എനിക്ക് മെഷർ ചെയ്യാൻ പറ്റും, സോ ഏരിയ ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, മമ്മൂട്ടിക്കാണോ അതോ മോഹൻലാലിനാണോ കൂടുതൽ ഗ്ലാമർ? ഗ്ലാമർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, സോ ഗ്ലാമർ ഈസ് നോട്ട് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ശരി, സോ മെഷറബിൾ ആയിട്ടുള്ള ഏതൊരു ക്വാണ്ടിറ്റീനെ നമുക്ക് എന്ത് വിളിക്കാം? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു പേനയുടെ ലെങ്ത് ഞാൻ മെഷർ ചെയ്തു, എനിക്ക് 10 എന്ന് കിട്ടി. സാർ 10 എന്ന് മാത്രമാണ് എഴുതുക? അല്ല, കൂടെ ഞാൻ എന്ത് ചെയ്യണം? ഒരു സെന്റിമീറ്റർ കൂടെ എഴുതും അല്ലെ. ഇവിടെ ഈ 10 എന്ന് പറയുന്നത് എന്റെ മെഷർമെന്റ് ആണ്. 10 എന്ന് പറയുന്നത് എന്റെ മെഷർമെന്റ് ആണ്. ഇതിനെ ഞാൻ വേറൊരു പേര് വിളിക്കും, ചിലപ്പോൾ ന്യൂമറിക്കൽ വാല്യൂ എന്ന് വിളിക്കാറുണ്ട് മെഷർമെന്റിന്. ഇനി ഇവിടെ ഈ സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഇതിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, സോ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ശരി, ശ്രദ്ധിക്കാം. അടുത്ത കാര്യങ്ങളിലേക്ക് പോവാം. എനിക്ക് വേണമെങ്കിൽ ഈ 10 സെന്റിമീറ്ററിനെ ഞാനിപ്പോ ഈ പേനയുടെ ലെങ്ത് 10 സെന്റിമീറ്റർ ആയിട്ട് മെഷർ ചെയ്തു. നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? അതിനെ മീറ്ററിലാണ് എഴുതുക. അങ്ങനെയെങ്കിൽ 0.01 മീറ്റർ എന്ന് എന്ത് ചെയ്യും? നിങ്ങൾ എഴുതും. ശരിയല്ലേ? 10 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 0.01 മീറ്ററിനോട് ഈക്വൽ ആണ്. ഇത് രണ്ടും സെയിം ആണ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇവിടെ 10 എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിലെ ന്യൂമറിക്കൽ വാല്യൂ ആണ്, N1 എന്ന് എഴുതി. സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിലെ ഇതിന്റെ യൂണിറ്റ് ആണ്, അതിനെ U1 എന്ന് എഴുതി. ദിസ് ഈസ് ഈക്വൽ ടു 0.01 എന്ന് പറയുന്നത് മറ്റൊരു സിസ്റ്റത്തിലെ ലെങ്ത്തിന്റെ മെഷർമെന്റ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂ N2 എന്ന് എഴുതി. മീറ്റർ എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിലെ അതിന്റെ യൂണിറ്റ് U2 എന്ന് എഴുതി. സോ ഈ ഒരു സാധനം ഉണ്ടല്ലോ, N1 U1 ഈക്വൽ ടു N2 U2. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഐ എം റൈറ്റിംഗ് ദിസ് ആസ് AK സ്റ്റാർ ബിക്കോസ് മൈ നെയിം ഈസ് AK ആഷ് ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഇത് AK സ്റ്റാർ എന്ന് ഞാൻ അതിനെ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് നീറ്റും ചെയ്യും പല വർഷങ്ങളിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതിന് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, NU ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഈ രീതിയിൽ എന്ത് ചെയ്യാം? എനിക്ക് വേണമെങ്കിൽ എഴുതാനായിട്ട് പറ്റും. രണ്ടും എന്താ? സെയിം ആണ്, സെയിം കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അതിനു മുമ്പായിട്ട് മറ്റു ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ശരി, ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു, നമ്മളൊരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? 100 സെന്റിമീറ്റർ എന്ന് മെഷർ ചെയ്തു. മറ്റൊരാളെ മെഷർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആൾ എന്ത് ചെയ്യും? 100 സെന്റിമീറ്ററിന് പകരം 1 മീറ്റർ എന്ന് എഴുതി. ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനായിട്ട് എടുത്ത സമയം 2 സെക്കൻഡ് ആണെന്ന് വിചാരിക്കാം. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അതിന്റെ സ്പീഡ് കണ്ടുപിടിക്കുകയാണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഒന്നാമത്തെ ആൾ സ്പീഡ് കണ്ടുപിടിച്ചപ്പോ ആള് 100 സെന്റിമീറ്റർ അതിനെ 2 സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ അയാൾക്ക് എന്ത് കിട്ടി? 50 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അതാണ് ആൾക്ക് സ്പീഡായിട്ട് കിട്ടിയത്. ഈ രണ്ടാമത്തെ ആള് ഇതേ സ്പീഡ് കണ്ടുപിടിക്കുന്നു, അതേ ഫോർമുല ഡിസ്റ്റൻസ് ബൈ ടൈം. പക്ഷെ ഇയാള് ഇതേ ഡിസ്റ്റൻസിനെ മീറ്ററിലാണ് എടുക്കുന്നത്. സോ 1 മീറ്റർ ബൈ
ടൈം 2 സെക്കൻഡ്സ് നിർത്തപ്പോൾ ആൾക്ക് ഹാഫ് മീറ്റർ പെർ സെക്കൻഡ് ഇതാണ് ഇയാൾക്ക് സ്പീഡായിട്ട് കിട്ടിയത്. സാർ ഈ 50 സെന്റിമീറ്റർ പെർ സെക്കൻഡും ഹാഫ് മീറ്റർ പെർ സെക്കൻഡും സെയിം ആണോ? സെയിം ആണ്. രണ്ടും എന്താണ്? സെയിം ആണ്. പക്ഷേ നമ്മൾ നോക്കുന്ന സമയത്ത് അതിന്റെ വാല്യൂസ് ഒരുപോലെയല്ല. സംഭവം രണ്ടും സെയിം ആണ്, പക്ഷെ നോക്കുമ്പോൾ രണ്ടും എന്തല്ല, ഒരുപോലെയല്ല കിടക്കുന്നത്. ഓക്കെ, നമ്മളൊരു പരീക്ഷയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്ത് വേണം? എല്ലാവരുടെ ആൻസറുകൾ ഒരുപോലെ വരണം അല്ലെ? അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യണം? ഒരു സെയിം ആയിട്ടുള്ള സിസ്റ്റം ഫോളോ ചെയ്യണം അല്ലെ? ആൻസറുകൾ ഒരുപോലെ കിട്ടണം നമുക്ക്. അപ്പൊ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകണം. ഓക്കെ, നമ്മുടെ ആൻസറുകൾ ഒരുപോലെ കിട്ടണം, എല്ലാവരുടെ ആൻസറുകൾ ഒരുപോലെ കിട്ടണം. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്ന സംഗതി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതനുസരിച്ച് നമുക്ക് 3 സിസ്റ്റങ്ങളാണ് ഉള്ളത്. അതിലൊന്നാമത്തത് MKS സിസ്റ്റം, രണ്ടാമത്തത് CGS സിസ്റ്റം, മൂന്നാമത്തത് FBS സിസ്റ്റം. ഓക്കെ, ഇനി നിങ്ങൾ ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് MKS സിസ്റ്റത്തിലാണെങ്കിൽ നിങ്ങൾ ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്ററിൽ എടുക്കണം. അതുപോലെ തന്നെ ഇവിടെ മാസിന്റെ യൂണിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? കിലോഗ്രാംസിൽ എടുക്കണം. ഇനി ടൈമിന്റെ യൂണിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? സെക്കൻഡ്സിൽ എടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് പറയും നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? MK സിസ്റ്റത്തിൽ വേണം ക്വസ്റ്റ്യൻ ചെയ്യാൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? മാസിന്റെ kg, ലെങ്ത്തിന്റെ മീറ്റർ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഫൈനൽ ആൻസർ എന്ത് ചെയ്യും? മാച്ച് ചെയ്യും. അതാണ് കാര്യം. ഇനി നമുക്ക് വേണമെങ്കിൽ മറ്റൊരു സിസ്റ്റം ഉണ്ട്, CGS സിസ്റ്റം. ഈ ഒരു സിസ്റ്റമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾ ലെങ്ത്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ആയിട്ട് എടുക്കണം, മാസിന്റെ യൂണിറ്റ് ഇവിടെ ഗ്രാം ആയിട്ട് എടുക്കണം. അതുപോലെ ടൈമിന്റെ യൂണിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ആയിട്ട് തന്നെയാണ് എടുക്കുക. നമുക്ക് മൂന്നാമതായിട്ടൊരു സിസ്റ്റം കൂടി ഉണ്ട്, അതാണ് നമ്മുടെ FPS സിസ്റ്റം. പിന്നെ ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് സിസ്റ്റം എന്നൊക്കെ വിളിക്കും. കൂടുതൽ എഞ്ചിനീയേഴ്സ് ഉപയോഗിക്കുന്ന സിസ്റ്റമാണ്. ഇതനുസരിച്ച് ലെങ്ത്തിന് നിങ്ങൾ ഫീറ്റിലാണ് മെഷർ ചെയ്യുക. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ റൂമിന്റെ ഒക്കെ അളവ് പറയുമ്പോൾ സ്ക്വയർ ഫീറ്റിലൊക്കെയാണ് അല്ല പറയാം. നമ്മളിവിടെ ഫീറ്റ് ആയിട്ടാണ് എടുക്കുക ലെങ്ത്തിന്റെ യൂണിറ്റ്. അതുപോലെ മാസിന്റെ യൂണിറ്റ് നമ്മൾ പൗണ്ട് ആയിട്ടാണ് എടുക്കുക. പൗണ്ട്. പണ്ട് റെസ്ലിംഗ് ഉണ്ടായിരുന്നു, WWE, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. അതിൽ റെസ്ലേഴ്സ് ഇടിക്കാരൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയാണ് വിളിച്ച് പറയാം, വെയിറ്റിംഗ് 250 pounds ജോൺ സീന. അവര് വെയിറ്റ് അല്ലെങ്കിൽ മാസം നമ്മൾ പൗണ്ട്സിലായിരുന്നു വിളിച്ച് പറയാം. ഓക്കെ, ഇനി ഇവിടെ ടൈമിന് ഈ സിസ്റ്റത്തിലും യൂണിറ്റ് സെക്കൻഡ് തന്നെയാണ്. ഓക്കെ, സോ ഈ രീതിയിൽ 3 സിസ്റ്റങ്ങളാണ് നമുക്കുള്ളത്. ഇതിൽ നമ്മൾ ഏതാണ് സാർ ഉപയോഗിക്കുക? നമ്മൾ ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് MK സിസ്റ്റം ആണ് നമ്മൾ ഉപയോഗിക്കുക. ക്ലിയർ? അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ അപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ച SI സിസ്റ്റം ആണ് നമ്മൾ ഉപയോഗിക്കാന്നാണല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. MK സിസ്റ്റവും SI സിസ്റ്റവും രണ്ടും എന്താണ്? സെയിം ആണ്. രണ്ടും സെയിം ആണ്. MK സിസ്റ്റം SI സിസ്റ്റം സെയിം ആണ്. അതായത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, മാസിന്റെ MKS യൂണിറ്റ് എന്താ? നിങ്ങൾ പറയും കിലോഗ്രാം. മാസിന്റെ SI യൂണിറ്റ് എന്താ? അത് കിലോഗ്രാം ആണ്. രണ്ടും സെയിം ആണ്. ഇനി മനസ്സിലാക്കാനുള്ളത്, ഇതിൽ ചെറിയൊരു വ്യത്യാസം ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, ചില ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ പറയാം, മോഡിഫൈഡ് ആയിട്ടുള്ള MK സിസ്റ്റം, അതാണ് നമ്മുടെ SI സിസ്റ്റം. ചില ക്വാണ്ടിറ്റീസിനെ മാത്രം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മോഡിഫൈ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും അല്ല, ചിലതിന് മാത്രം. അത് ഏതിനൊക്കെയാണ് സാർ? ശ്രദ്ധിക്കാം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഫോഴ്സിന്റെ MKS യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റ് നമുക്ക് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം, ഏതൊരു ക്വാണ്ടിറ്റിയുടെയും യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം നിങ്ങൾക്ക് എന്തറിയണം? അതിന്റെ ഇക്വേഷൻ അറിയണം. സോ F = ma എന്ന് എഴുതി. ഇനി നമുക്ക് അടുത്ത പരിപാടികൾ ചെയ്യാം. ഇനി MKS യൂണിറ്റ് എഴുതാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മാസിന്റെ MKS യൂണിറ്റ് എന്താ? കിലോഗ്രാം. ആക്സലറേഷന്റെ MKS യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ഇതാണ് എന്ത്? ബേസിക്കലി ഫോഴ്സിന്റെ MKS യൂണിറ്റ്. നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനൊന്ന് മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾ ഇത്രയും പറയണ്ട, നിങ്ങൾ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ മതി. സോ ഇതായിട്ട് നമ്മുടെ MKS. ഇതേ കാര്യത്തിന് ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് വിളിക്കാം? SI സിസ്റ്റത്തിൽ ന്യൂട്ടൺ എന്ന് വിളിക്കാം. അത്രേ ഉള്ളൂ പരിപാടി. ഇതാണ് മോഡിഫിക്കേഷൻ. ചില വലിയ യൂണിറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ചില നെയ്മഡ് യൂണിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ചെറിയ യൂണിറ്റുകളായിട്ട് വിളിക്കാനായിട്ട് തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്, MK സിസ്റ്റത്തിനെ മോഡിഫൈ ചെയ്തതാണ് SI സിസ്റ്റം. ശരി, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എനർജിയുടെ യൂണിറ്റ് പറയൂ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് വേണം? ഏതെങ്കിലും ഒരു എനർജിയുടെ ഇക്വേഷൻ അറിയണം. പൊട്ടൻഷ്യൽ എനർജിയോ കൈനറ്റിക് എനർജി, ഏതെങ്കിലും ഒരു എനർജി. എനിക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ് ഓർമ്മ വന്നത്. പൊട്ടൻഷ്യൽ എനർജി mgh. നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേഷനിൽ ഓരോരുത്തരുടെയും യൂണിറ്റുകൾ എഴുതാം. മാസിന്റെ യൂണിറ്റ് kg. G എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സംഭവം ആക്സലറേഷൻ തന്നെയാണ്,
അതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. പിന്നെ എന്താണ് ഉള്ളത്? എച്ച്, ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ ലെങ്ത്തിന്റെ യൂണിറ്റ് ആയിട്ടുള്ള മീറ്റർ ഇട്ട് കൊടുക്കണം അല്ലെ. മീറ്റർ സ്ക്വയർ. ഇതാണ് എന്ത് MK സിസ്റ്റത്തിലെ എനർജിയുടെ യൂണിറ്റ്. ഇനിയിപ്പോ SI സിസ്റ്റത്തില് നമ്മൾ എന്ത് ചെയ്യും? ഇതിനൊന്ന് ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ എന്ത് വിളിക്കും? ജൂൾ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഒരു 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നീറ്റിനും ജെയ്ക്കും ചോദിച്ചിട്ടുള്ള 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്തേക്കാം. കുഴപ്പമില്ല. ശരി, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2019 നീറ്റിന് ചോദിച്ച ചോദ്യമാണ്. 2019 നീറ്റിന് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ഫൈൻഡ് ദ യൂണിറ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. ഫൈൻഡ് ദ യൂണിറ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, നിങ്ങൾ +1 എന്താ പറയാ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു കാര്യമാണത്. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ഇതിന്റെ ഇക്വേഷൻ അറിയണം. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പൊ തെർമൽ കണ്ടക്ടിവിറ്റിയെ കുറിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്: dH/dt is equal to ഒരു പൂച്ചയുണ്ട്, അതിനൊരു എല്ലുണ്ട്. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി വരച്ചാണ് പൂച്ചേനെ. dH/dt ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്: കാറ്റ്, KAT, cat, CAT അല്ല, KAT, ഓക്കെ, ഡിവൈഡഡ് ബൈ ലെങ്ത്. ഇതാണ് നമ്മുടെ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ. ഈ കാറ്റിനെയാണ് ഞാനിവിടെ വരച്ചു വെച്ചത്. ഇനിയിപ്പോ അതെന്താണ് ആലോചിച്ചിരിക്കുന്നത്. ശരി, സോ നമ്മുടെ തെർമൽ കണ്ടക്ടിവിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? K into A delta T by L. ഇതാണ് നമ്മുടെ ഇക്വേഷൻ കേട്ടോ. ഓക്കെ, ഇതിലെ ഈ K ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ യൂണിറ്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ വേണം. Kയുടെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? ഇവിടെ നമുക്ക് dH/dt, ഈ ലെങ്ത് ഇങ്ങോട്ടേക്ക് വരുന്നു, താഴെ എന്തുണ്ട്? A into delta T അല്ലെ. അപ്പൊ ഇതാണ് K കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇവരുടെയൊക്കെ ഈ എന്താ പറയാ യൂണിറ്റുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? Kയുടെ യൂണിറ്റ് കിട്ടും. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഒരു കുഞ്ഞു കാര്യം. ഇതെന്താണ് സാർ ഈ dH/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഈ dH/dt, ഈ d എന്തിനാ കാണിക്കുന്നത്? ഡിഫറൻസിയേഷന് പ്രത്യേകിച്ച് ഒരു യൂണിറ്റും ഇല്ല. ഓക്കെ, ഡിഫറൻസിയേഷന് യൂണിറ്റ് ഒന്നുമില്ല. പിന്നെ നമ്മൾ അവിടെ കാണുന്നത് എന്താ? h/t ആണ് അല്ലെ. ഈ h/t എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? h എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ്, t എന്ന് പറഞ്ഞാൽ ടൈം ആണ്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? എനർജിയാണ്, ഡിവൈഡഡ് ബൈ ടൈം. അപ്പൊ ഇത് ബേസിക്കലി എനർജി ബൈ ടൈം ആണ്. എനർജി ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? അത് പവർ ആണ് സാർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചോളൂ. എനർജി ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ആണ്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. അപ്പൊ dH/dt ക്ക് ഞാൻ പവർ എന്ന് എഴുതി, ഇൻറ്റു ലെങ്ത് ഡിവൈഡഡ് ബൈ A ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. അതായത് ഫൈനൽ ടെമ്പറേച്ചർ ഇനീഷ്യൽ ടെമ്പറേച്ചർ മൈനസ് ചെയ്തു, ടെമ്പറേച്ചർ മൈനസ് ചെയ്ത് എന്താ കിട്ടുക? ടെമ്പറേച്ചർ. അപ്പൊ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ? അത് ബേസിക്കലി ടെമ്പറേച്ചർ തന്നെയാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ Kയുടെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്കപ്പോ ഇതിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം സാർ? പ്രഷറിന്റെ യൂണിറ്റ് വാട്ട്സ് ആണ് സാർ. ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ് സാർ. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ് സാർ. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ. ഇതിനാണ് ഞാൻ K എന്ന് എഴുതുന്നത് കേട്ടോ. ഈ K അല്ല, ഇത് കെൽവിൻ K കേട്ടോ. അപ്പൊ ഇവിടെ മീറ്റർ ക്യാൻസൽ. സോ നമുക്ക് ഇവിടെ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്തായിട്ട് കിട്ടും? തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്, Kയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ഡിവൈഡഡ് ബൈ MK എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു വാട്ട് ദിസ് ഈസ് ഈക്വൽ ടു വാട്ട് മീറ്റർ റേസ് ടു -1 K റേസ് ടു -1 എന്ന് കിട്ടും കേട്ടോ. ഇത് കെൽവിൻ ആണ്, ഇത് തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. ക്ലിയർ? അപ്പൊ ഇതാണ് നമ്മുടെ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. 2019 നീറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ശരി, സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പരിപാടിയിലേക്ക് പോവാം. അടുത്തായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2012 ചോദിച്ച ചോദ്യമാണ്. 2012 ചോദിച്ച ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 2012 നീറ്റിന് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡാമ്പിംഗ് ഫോഴ്സ്, ഈ സ്പ്രിങ്ങിലുള്ള ഫോഴ്സിനെ കുറിച്ചാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഈ സ്പ്രിങ്ങിലെ ഫോഴ്സ്, ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു വെലോസിറ്റി ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു വെലോസിറ്റി ആണെങ്കിൽ
ഫൈൻഡ് ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഓഫ് ഫൈൻഡ് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഫൈൻഡ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ഇതിന്റെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഇവിടെ kg meter raised to -1, kg second raised to -1, kg meter square, kg second square. ആ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാം. ഓക്കെ, ശരി, ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. സോ ഇവിടെ നമ്മൾ എഫ് പ്രൊപ്പോർഷണൽ ടു വി, പ്രൊപ്പോർഷണാലിറ്റി മാറ്റി നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ സൈൻ കൊണ്ടുവരുമ്പോൾ ഒരു കോൺസ്റ്റന്റ് കിട്ടും. കണ്ടോ? കെ വി എന്ന് കിട്ടും. ഈ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് യൂണിറ്റ് ഓഫ് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. കണ്ടോ? ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് യൂണിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് വേണം? കാഡ് ഇക്വേഷൻ അറിയണം. കാഡ് ഇക്വേഷൻ എന്താ? എഫ് ബൈ വി. ഇതല്ല കാഡ് ഇക്വേഷൻ. നമ്മൾ എന്ത് ചെയ്യണം? ഫോഴ്സിന്റെ യൂണിറ്റ് എഴുതണം. ഓക്കെ, ഫോഴ്സിന്റെ യൂണിറ്റ് നമുക്കിവിടെ ന്യൂട്ടന്റെ ടേംസിലല്ല, കെ ജിയുടെ ടേംസിലാണ് ഓപ്ഷൻ. സോ നമുക്ക് എന്ത് ചെയ്യാം? എം കെ എസ് യൂണിറ്റ് എഴുതാം. ഫോഴ്സിന്റെ എം കെ എസ് യൂണിറ്റ് കെ ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താ സംഭവം? കെ ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതെന്ത് ചെയ്യണം? മറിച്ചിടണം. സെക്കൻഡ് ബൈ മീറ്റർ എന്നിട്ട് അല്ലെ. മീറ്റർ ക്യാൻസൽ, ഒരു സെക്കൻഡും ഇതും ക്യാൻസൽ. ബാക്കി എന്തുള്ളത്? ദിസ് ഈസ് ഈക്വൽ ടു കെ ജി പെർ സെക്കൻഡ്, അതായത് കെ ജി സെക്കൻഡ് റേസ് ടു -1 അതായിരിക്കും നമ്മുടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ. ക്ലിയർ? നീറ്റ് 2012 ചോദിച്ച ചോദ്യമാണ്. ക്ലിയർ? നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളോട് നീറ്റ് 2014 ചോദിച്ച ചോദ്യമാണ്. നീറ്റ് 2014. ഓക്കെ, ഇതേ ഭാഗത്തുനിന്ന് തേർഡ് ക്വസ്റ്റ്യൻ നീറ്റ് 2014 നമ്മളോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഫൈൻഡ് യൂണിറ്റ് ഓഫ് പെർമിറ്റിവിറ്റി. ഫൈൻഡ് ദ യൂണിറ്റ് ഓഫ് പെർമിറ്റിവിറ്റി. പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ് കണ്ടുപിടിക്കണം. എന്താണ്? നിങ്ങൾ +2 പഠിക്കുന്ന കാര്യമാണ്. ε0 ആണ് നമ്മുടെ പെർമിറ്റിവിറ്റി. അതിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഓപ്ഷൻസ് ന്യൂട്ടൺ പെർ കൂളം സ്ക്വയർ മീറ്റർ, പിന്നെ ഉള്ളത് കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ, പിന്നെ കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ, പിന്നെ കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ സ്ക്വയർ മീറ്റർ സ്ക്വയർ. ഇതിലേതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പഴയ പരിപാടി തന്നെ. യൂണിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? ഇക്വേഷൻ അറിയണം. സോ ε0 ഉള്ള ഒരു ഇക്വേഷൻ നമുക്ക് വേണം. അതിന് നമുക്ക് +2 നിങ്ങൾ പഠിച്ച കൂളംസ് ഫോഴ്സിന്റെ ഇക്വേഷൻ ഉപയോഗിക്കാം. F is equal to 1/4πε0 Q1 Q2 by R square. കണ്ടോ? ഇതിന് ε0 ഇക്വേഷൻ കണ്ടുപിടിക്കുക. ε0 ഇപ്പത്തി എടുക്കുക. ε0 equal to 1/4π. ഫോഴ്സിനെ ഇവിടെ എഴുതുക. ഓക്കെ, ഫോഴ്സിനെ ഇവിടെ എഴുതി. പിന്നെ Q1 Q2 by R square. ε0 ഇക്വേഷൻ കിട്ടി. അടുത്ത പരിപാടി സിമ്പിൾ ആണ്. 1/4π കോൺസ്റ്റന്റ് ആണ്, അതിന് യൂണിറ്റ് ഇല്ല. ദെൻ ഡിവൈഡ്. നോക്ക്, 1 ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, മുകളിൽ എന്താ? Q1 Q2. ഇത് ചാർജ് ആണ്. ചാർജിന്റെ യൂണിറ്റ് എന്താ? കൂളം എന്ന് പറയും. ഇവിടെ ഒരു കൂളം ഇൻറ്റു ഇവിടെ ഒരു കൂളം. സോ കൂളം സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ, അതിന്റെ സ്ക്വയർ ആണ്. കണ്ടോ? സോ കൂളം സ്ക്വയർ ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. കൂളം സ്ക്വയർ ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. 2014 ചോദിച്ച ചോദ്യമാണ്. അപ്പോ ചുരുക്കത്തില് യൂണിറ്റ്സിനെ കുറിച്ച് ഈ രീതിയിൽ 3 ചോദ്യങ്ങളാണ് മുൻ വർഷങ്ങളിൽ നീറ്റിന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ജെയ്ക്ക് അങ്ങനെ ചോദിച്ചതായിട്ട് കണ്ടില്ല, അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പഠിച്ച അടുത്തൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ നമുക്ക്? ഇക്വേഷൻ എന്താ? N1 U1 equal to N2 U2. ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് ഇക്വേഷൻ ഉണ്ടല്ലോ. ഈ ഇക്വേഷന് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. കൂടുതലും PYQs ആയിരിക്കും. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബേസിക് ആയിട്ടുള്ള ചോദ്യം, നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ചോദ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. ഇതാണ് ചോദ്യം. 1 Newton equal to how much dyne? ഒരു ന്യൂട്ടൺ എത്ര ഡൈനാന്ന് ചോദിക്കണം. ഓക്കെ, സിമ്പിൾ കാര്യമാണ്. ശ്രദ്ധിക്കുക, എന്താന്നുള്ളത് ആദ്യം പറയാം. സാർ ഇവിടെ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സിന്റെ MKS യൂണിറ്റിനെ ഷോർട്ട് ആക്കി വിളിച്ചതാണ് സാർ ന്യൂട്ടൺ. അതുപോലെ ഫോഴ്സിന്റെ CGS യൂണിറ്റിനെ ഷോർട്ട് ആക്കി വിളിച്ചതാണ് സാർ
ഡൈൻ. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. സോ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? ഇതൊന്നും ഇല്ലടാ. ഇവിടെ ഫോഴ്സിന്റെ ന്യൂമറിക്കൽ വാല്യൂ, മെഷർഡ് വാല്യൂ എത്ര? N1. യൂണിറ്റ് ന്യൂട്ടൺ ഈക്വൽ ടു ഇവിടെ N2 കണ്ടുപിടിക്കണം. കണ്ടോ, ഇവിടുത്തെ യൂണിറ്റ് എന്താ? U2. അപ്പൊ പരിപാടി സിമ്പിൾ ആണ്, ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ തന്നെ എഴുതാം. 1 ന്യൂട്ടന് വരെ നമുക്ക് എന്ത് ചെയ്യാം? MK സിസ്റ്റത്തിൽ യൂണിറ്റ് എഴുതാം. kg മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം. kg മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു N2 ടൈംസ് N2 കണ്ടുപിടിക്കണം. ഈ വാല്യൂ കണ്ടുപിടിക്കണം. N2 കണ്ടുപിടിക്കണം. N2 ഡൈനെ നമുക്ക് എന്ത് ചെയ്യാം? CGS ൽ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അതായത് കിലോഗ്രാമിന് വരെ നമ്മൾ എന്ത് ചെയ്യണം? CGS ൽ ഗ്രാം ആണ് എഴുതുക. മീറ്ററിന് വരെ നമ്മൾ സെന്റിമീറ്റർ ആണ് എഴുതുക. ഈ സെക്കൻഡ് സ്ക്വയർ അതുപോലെ തന്നെ എഴുതുക. കണ്ടോ, ഇത് N2 കണ്ടുപിടിക്കുക. N2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവർക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇവർ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ ഇവിടെ 1 kg മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഉണ്ട്. ഈ സെക്കൻഡ് സ്ക്വയർ മുകളിലേക്ക് വന്നു. താഴെ എന്തുള്ളത്? ഗ്രാം സെന്റിമീറ്റർ. ഉണ്ടോ? സെക്കൻഡ് സ്ക്വയർ ക്യാൻസൽ ആയി. ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഈ യൂണിറ്റിന്റെ വെട്ടികളായി വേണ്ടി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കിലോഗ്രാമിനെ ഗ്രാമിൽ എഴുതും, അതല്ലെങ്കിൽ ഗ്രാമിനെ കിലോഗ്രാമിൽ എഴുതുക. അത്രേ ഉള്ളൂ പരിപാടി. ഞാൻ എളുപ്പത്തിന് കിലോഗ്രാമിനെ ഗ്രാമിൽ എഴുതാണ്. ഇവിടെ 1 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഗ്രാം ആണ്. ഇവിടെ 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ താഴത്തെ ഗ്രാം ഉണ്ട്, പിന്നെ 1 സെന്റിമീറ്റർ ഉണ്ട്. കണ്ടോ, കട്ട് ചെയ്ത് ബാക്കി എത്ര ഉള്ളത്? N2 ന്റെ വാല്യൂ എന്താന്ന് കിട്ടും? ഇവിടെ ഒരു 10⁻1 2 3 4 5 10⁻5 അതായിരിക്കും നമ്മുടെ N2 ന്റെ വാല്യൂ. സിമ്പിൾ പരിപാടി. ഓക്കെ, സോ N2 നമുക്ക് എന്ത് ചെയ്യാം? ഇസ് ഈക്വൽ ടു 10⁻5 എന്ന് എഴുതാം. കണ്ടോ, 1 ന്യൂട്ടൺ ഈക്വൽ ടു 10⁵5 ഡൈൻ. ഓക്കെ, ഇതുപോലെ നിങ്ങൾ ഇതും പഠിച്ചിട്ടുണ്ടായിരിക്കും. 1 ജൂൾ ഈക്വൽ ടു 10⁻7 എർഗ് എന്നും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതേ മെത്തേഡാണ്, അതും കൂടെ നിങ്ങൾ എന്ത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇത് നിങ്ങളെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞി കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 2011 JEE ചോദിച്ചൊരു ചോദ്യമാണ്. 2011 JEE. ഓക്കെ, അതേ ചോദ്യം തന്നെ 2023 നീറ്റിനും ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 2011 അതുപോലെ 23 നീറ്റിനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നതാണ് വാല്യൂ ഓഫ് ഡെൻസിറ്റി. നമുക്ക് ഡെൻസിറ്റിയുടെ വാല്യൂ വന്നിട്ടുണ്ട് ഈക്വൽ ടു 4 gram per centimeter cube. കണ്ടോ, ഇതാണ് ഡെൻസിറ്റിയുടെ വാല്യൂ. ഓക്കെ, ഇനി നമ്മളോട് പറയാണ് ഇൻ അനദർ സിസ്റ്റം, മറ്റൊരു സിസ്റ്റത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മാസിന്റെ യൂണിറ്റ് നിങ്ങൾ 10 ഗ്രാം എന്ന് എടുക്കണം. അതുപോലെ ലെങ്ത്തിന്റെ യൂണിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? 10 സെന്റിമീറ്റർ എന്ന് എടുക്കണം. ഓക്കെ, 10 ഗ്രാം അല്ല, നമുക്ക് ഇത് 100 ഗ്രാം ആയിട്ട് എടുക്കാനാണ് പറയുന്നത്. കണ്ടോ, ഈ രീതിയിൽ എടുക്കാനായിട്ട് പറയണം. ക്ലിയർ ആണോ? നമുക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കൊന്നുമില്ല. ഡെൻസിറ്റിയുടെ വാല്യൂ ഇവിടെ ഒരു സിസ്റ്റത്തിൽ 4 gram per centimeter cube. ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? CGS സിസ്റ്റം ആണിത്. CGS സിസ്റ്റത്തിൽ അതിന്റെ വാല്യൂ 4 gram per centimeter cube ആണ്. ഇനി നിങ്ങളോട് പറയണം മറ്റൊരു സിസ്റ്റത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മാസിന്റെ യൂണിറ്റ് ഗ്രാം ആയിട്ടല്ല എടുക്കേണ്ടത്, 100 ഗ്രാം എന്ന് എടുക്കുക. ലെങ്ത്തിന്റെ യൂണിറ്റ് 10 സെന്റിമീറ്റർ എന്ന് എടുക്കുക. അങ്ങനെയെങ്കിൽ ഈ ഒരു സിസ്റ്റത്തില് വാല്യൂ ഓഫ് ഡെൻസിറ്റി അല്ലെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ മെഷേർഡ് വാല്യൂ ഓഫ് ഡെൻസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, വാല്യൂ ഓഫ് ഡെൻസിറ്റി, അതായത് N2 എത്രയാണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, N2 ന്റെ വാല്യൂ ഇതൊന്നും ഇല്ലടാ, ശ്രദ്ധിക്കുക. പഴയ പരിപാടി നമ്മൾ പഠിച്ചില്ലേ? N1 U1 ഈക്വൽ ടു N2 U2 എന്ന് പഠിച്ചില്ലേ? അതേ കാര്യം തന്നെ. നമ്മുടെ ഒന്നാമത്തെ സിസ്റ്റത്തിൽ N1 ന്റെ വാല്യൂ എത്രയാ? 4. അതിന്റെ യൂണിറ്റ് എത്രയാ? ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. ക്ലിയർ? ഈക്വൽ ടു അടുത്ത സിസ്റ്റത്തിൽ ഡെൻസിറ്റിയുടെ ന്യൂമറിക്കൽ വാല്യൂ N2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സാർ യൂണിറ്റ് നമുക്കറിയോ? യൂണിറ്റ് നമുക്ക് എഴുതാമല്ലോ, ശ്രദ്ധിക്കാം. ഇവിടെ ഗ്രാം ആയിരുന്നു മാസിന്റെ യൂണിറ്റ്, പക്ഷെ ഇവിടെ മാസിന്റെ യൂണിറ്റ് എത്രയായിട്ട് എടുക്കണം? 100 ഗ്രാം എന്ന് എഴുതണം. അതുപോലെ തന്നെ എഴുതുക, ഡിവൈഡഡ് ബൈ. ഇവിടെ സെന്റിമീറ്റർ ക്യൂബ് ആണ് അല്ലെ, ലെങ്ത്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, അതിന്റെ ക്യൂബ്. ഇവിടെ ലെങ്ത്തിന്റെ യൂണിറ്റ് എത്രയാ? 10 സെന്റി. ഇവിടെ സെന്റിമീറ്റർ എന്നുള്ളതിന് പകരം ഇവിടെ 10 സെന്റിമീറ്റർ എന്ന് എഴുതിയിട്ട് അതിനെ ക്യൂബ് ചെയ്യണം. കണ്ടോ, അതിനെ ക്യൂബ് ചെയ്യണം. അപ്പൊ ഇതിനെ നമ്മൾ ക്യൂബ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 10നെ ക്യൂബ് ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരിക്കും, AM all raised to n എന്ന് പറഞ്ഞാൽ എന്താ? A raised to n M raised to n അല്ലേ? ഈ ക്യൂബ് രണ്ടിനും ഭാഗമാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? 10നെ ക്യൂബ് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം? സെന്റിമീറ്റർ ക്യൂബ് അല്ലേ? ശരി,
നിങ്ങൾ എന്ത് ചെയ്യണം? ജി ക്യാൻസൽ അല്ലെ, ജി രണ്ടു പേർക്കുണ്ട്, ക്യാൻസൽ ആയിപ്പോയില്ലേ? സെന്റിമീറ്റർ ക്യൂബ് ക്യാൻസൽ അല്ലെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 is equal to നോക്കടാ, ഇവിടെ 2 0, ഇവിടെ 3 0, n2/10 എന്ന് കിട്ടില്ലേ? അപ്പൊ n2 ന്റെ വാല്യൂ എന്തായിരിക്കും? 40. n2 ന്റെ വാല്യൂ എന്തായിരിക്കടാ? 40 എന്നായിരിക്കും കേട്ടോ. അപ്പൊ പുതിയ സിസ്റ്റത്തിൽ ഡെൻസിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും? പുതിയ സിസ്റ്റത്തിൽ ഡെൻസിറ്റിയുടെ വാല്യൂ 40 ആയിരിക്കും. ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻ എഴുതാതിരുന്നത് ശരി. ഓക്കെ, 40 ആയിരിക്കും വാല്യൂ. ക്ലിയർ? കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം. അടുത്ത ക്വസ്റ്റ്യൻ കൂടെ വരുമ്പോൾ കൺഫ്യൂഷൻ, അതുകൊണ്ടാണ് പറയുന്നത്. ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? വെരി ഇമ്പോർട്ടന്റ്. ഈ ഫോർമുല നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക? എഴുതി വയ്ക്കുക. ഈ ഫോർമുല ഉപയോഗിക്കുന്നത് when numerical value is asked അല്ലെങ്കിൽ when measurement is asked. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതിയാലും മതി. when numerical value is asked. കണ്ടോ, ന്യൂമറിക്കൽ വാല്യൂ ചോദിക്കുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഫോർമുല ഉപയോഗിക്കേണ്ടത്. എന്താണ് സാർ അങ്ങനെ പറഞ്ഞത്? കാര്യം ഞാനിപ്പോ പറഞ്ഞുതരാം. അടുത്തൊരു ക്വസ്റ്റ്യൻ പറയാണ്. നമ്മൾ ഇനി ഇതിന്റെ ഈ ക്വസ്റ്റ്യന്റെ വർഷം എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കാര്യം മനസ്സിലാക്കി തരാം. ജയിക്കും ചോദിച്ച ചോദ്യമാണ്, നീറ്റിനും ജയിക്കും ഇതുപോലെ ചോദിച്ച ചോദ്യമാണ്. ശ്രദ്ധിച്ചിരിക്കുക. നമ്മളോട് ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മള് മാസിന്റെ യൂണിറ്റ് 10 ഗ്രാം ആയിട്ട് എടുക്കുക, ലെങ്ത്തിന്റെ യൂണിറ്റ് 10 സെന്റിമീറ്റർ ആയിട്ട് എടുക്കുക, ടൈമിന്റെ യൂണിറ്റ് 0.1 സെക്കൻഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളോട് എന്ത് ചോദിക്കുന്നതാണ്? ഫൈൻഡ് യൂണിറ്റ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കണം. നമുക്ക് ഓപ്ഷൻസ് തരുന്നുണ്ട്. ഓപ്ഷൻസ് തരുന്നത് 0.1 ന്യൂട്ടൺ എന്ന് തരുന്നുണ്ട് ഓപ്ഷൻ എ. അതുപോലെ ഓപ്ഷൻ ബി 0.01 ന്യൂട്ടൺ തരുന്നുണ്ട്. അതുപോലെ ഓപ്ഷൻ സി 0.001 ന്യൂട്ടൺ തരുന്നു. ഓപ്ഷൻ ഡി നമുക്ക് 0.2 ന്യൂട്ടൺ തരുന്നു. കണ്ടോ? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. വെരി ഇമ്പോർട്ടന്റ്. സാറേ ഇനി ഫോർമുല ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഈ ഫോർമുല ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇത്തരം കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളോട് യൂണിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള ഹിന്റ് ഇതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇക്വേറ്റ് യൂണിറ്റ്സ് ഓഫ് 2 given systems. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? 2 സിസ്റ്റങ്ങളുടെയും യൂണിറ്റുകളെ മാത്രം ഇക്വേറ്റ് ചെയ്യുക. ഈ ഫോർമുല ഉപയോഗിക്കരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? u1 = u2. ഈ ഒരു കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം എന്താ? ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് യൂണിറ്റ് ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചോദിച്ചെന്തായിരുന്നു? ന്യൂമറിക്കൽ വാല്യൂ ചോദിക്കുമ്പോൾ ഇത് അപ്ലൈ ചെയ്യുക. യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാല് വെറുതെ ഇങ്ങനെ എഴുതുക. ഓക്കെ, ശരി, ശ്രദ്ധിക്കാം. നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. പറയുന്ന കാര്യം ശ്രദ്ധിക്കാം. നമ്മളോട് ചോദിച്ചിരിക്കുന്ന യൂണിറ്റ് ഓഫ് ഫോഴ്സ് ആണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഫോഴ്സിന്റെ നോർമൽ യൂണിറ്റ് എന്താ? സാർ അവിടെ എഴുതിയിട്ടുണ്ട്. എന്താ ഫോഴ്സിന്റെ യൂണിറ്റ്? എന്താ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതിന് നമ്മൾ എന്ത് വിളിക്കും? ന്യൂട്ടൺ എന്ന് വിളിക്കും. ഇതാണ് ഫോഴ്സിന്റെ നോർമൽ യൂണിറ്റ്. ഇത് നമ്മളോട് ചോദിക്കുന്നത് എന്താ? പുതിയ സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ്. അല്ലേ? യെസ് ഓർ നോ? സോ നമ്മൾ പുതിയ സിസ്റ്റത്തിലെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കിലോഗ്രാമിന് വരെ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ സിസ്റ്റത്തിലെ യൂണിറ്റ് എന്തായിരിക്കും? ഇത് എവിടത്തെ യൂണിറ്റ് ആടാ? ഇത് നമ്മുടെ u1 വാല്യൂ ആണ്. u2 വാല്യൂ എന്തായിരിക്കും? പുതിയ സിസ്റ്റത്തിലെ യൂണിറ്റ് കിലോഗ്രാമിന് വരെ ഇവിടെ മാസ് എത്രയാ? സാർ 10 ഗ്രാം എന്ന് എഴുതണം. ശരിയല്ലേ? ഇനി മീറ്ററിന് പകരം ഇവിടെ ലെങ്ത് എത്രയാടാ? സാർ ഇവിടെ 10 സെന്റിമീറ്റർ എന്ന് എഴുതണം. അല്ലെ? ഇനി ഇവിടെ സെക്കൻഡ് സ്ക്വയർ അല്ലെ? ഇവിടെ സെക്കൻഡിന് പകരം ഇവിടെ നമുക്ക് എത്രയാടാ? 0.1 സെക്കൻഡിന്റെ സ്ക്വയർ എന്ന് എഴുതണം. അല്ലെ? ഇവിടെ സെക്കൻഡിന്റെ സ്ക്വയർ, പക്ഷെ ഇവിടെ ടൈമിന്റെ യൂണിറ്റ് എന്തായിട്ട് എടുക്കേണ്ടത്? 0.1 സെക്കൻഡ് എന്ന് എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ നമ്മൾ സ്ക്വയർ ചെയ്യണം. പിന്നെ സ്ക്വയർ ചെയ്യുമ്പോൾ എത്ര കിട്ടുക? മാറ്റി എഴുതട്ടെ. 0.1 സ്ക്വയർ ചെയ്യുക, സെക്കൻഡിനെ സ്ക്വയർ ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും? 0.01 സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. കണ്ടോ? ഓക്കെ, സോ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്രദ്ധിക്കുക. നമ്മളോട് ചോദിച്ചെന്താ? പുതിയ സിസ്റ്റത്തിലെ യൂണിറ്റ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ലെങ്ത് മീറ്റർ ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണെങ്കിൽ ഫോഴ്സിന്റെ യൂണിറ്റ് ഇതാണ്. പക്ക.
ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് മാസിന്റെ യൂണിറ്റ് 10 ഗ്രാം എന്ന് എടുക്കുക, ലെങ്ത്തിന്റെ 10 സെന്റിമീറ്റർ എന്ന് എടുക്കുക, ടൈം 0.1 സെക്കൻഡ് എന്ന് എടുക്കുമ്പോൾ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. അത് ഇതാണ് ആക്ച്വലി, ഇത് തന്നെയാണത് അല്ലെ, നമ്മൾ ഇട്ട് കൊടുത്തില്ലേ. അപ്പൊ ഇതാണ് ആക്ച്വലി ഫോഴ്സിന്റെ യൂണിറ്റ്. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഓപ്ഷനിൽ എന്താ ഈ ടേംസിലാണോ? അല്ല, ഓപ്ഷനിൽ ന്യൂട്ടന്റെ ടേംസിലാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ കാര്യം ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇത് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് പരിപാടി കഴിഞ്ഞു. പക്ഷെ അതില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം, u1 ഈക്വൽ ടു u2 എന്ന് എഴുതണം. u1 ഈക്വൽ ടു u2 അതെങ്ങനെയാണ് സാർ എഴുതുക? ഇവിടെ നമുക്ക് എന്താണ് ഉള്ളത്, u1 ഈക്വൽ ടു u2 എന്ന് നമ്മൾ എഴുതാനായിട്ട് പോകണ്ട. അപ്പൊ u1 എന്ന് പറഞ്ഞാൽ എന്താ, ന്യൂട്ടൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ, kg മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് നമ്മുടെ u1 ന്റെ വാല്യൂ, ശരിയല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഇതിനോട് മാച്ച് ചെയ്ത് എഴുതണം. ഇത് ഞാൻ ഇവിടെ എഴുതട്ടെ ആദ്യം. 10 ഗ്രാം ഉണ്ട് ഇൻറ്റു 10 സെന്റിമീറ്റർ ഉണ്ട് ഡിവൈഡ് ബൈ 0.01 സെക്കൻഡ് സ്ക്വയർ ഉണ്ട് അല്ലെ. എടാ ഇതിനോട് മാച്ച് ചെയ്യിപ്പിച്ച് എഴുതണം. അപ്പൊ പരിപാടി തീരും. ശ്രദ്ധിക്കുക എന്താ ചെയ്യാ. എടാ ഇവിടെ 1 kg ആണുള്ളത്, ഇവിടെ 10 ഗ്രാം ആണുള്ളത്. ഓക്കെ, സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യാ, ഒരു 100 കൊണ്ട് ഇൻറ്റു ചെയ്തു. സാർ 1000 ഗ്രാം, അപ്പൊ എന്തായി 1 കിലോഗ്രാം. അപ്പൊ മാസുകൾ രണ്ടും മാച്ച് ചെയ്തില്ലേ, ശരി. ഇനി ഇവിടെ 1 മീറ്റർ ആണുള്ളത്, ഇവിടെ 10 സെന്റിമീറ്റർ ആണുള്ളത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാ, 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. സാർ അപ്പൊ 100 സെന്റിമീറ്റർ, അതൊരു മീറ്ററിനോട് ഈക്വൽ അല്ലേ. അത് കഴിഞ്ഞില്ലേ. ഇനി ഇവിടെ നോക്കി, ഇവിടെ 1 സെക്കൻഡ് സ്ക്വയർ ആണുള്ളത്, ഇവിടെ 0.01 സെക്കൻഡ് സ്ക്വയർ ആണുള്ളത് അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഞാനൊരു 100 കൊണ്ട് ഇൻറ്റു ചെയ്യട്ടെ. അപ്പൊ എന്തായിട്ട് മാറി 1 സെക്കൻഡ് സ്ക്വയർ. ഇപ്പൊ 2 ഈക്വൽ അല്ലേ. ഇതാണ് പരിപാടി. നിങ്ങൾ എന്ത് ചെയ്യണം, 2 യൂണിറ്റുകളെ ഈക്വൽ ആക്കണം. ആ ഈക്വൽ ആക്കാനാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തത്. കണ്ടോ, 10 ഗ്രാമിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോ എന്തായി 1 കിലോഗ്രാം. 10 സെന്റിമീറ്ററിന് 100 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോ 100 സെന്റിമീറ്റർ, അതായത് 1 മീറ്റർ. അതുപോലെ ടൈമിനെയും ചെയ്തു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പരിപാടി കഴിഞ്ഞു. നിങ്ങളോട് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ 0 നോക്ക്, ഇവിടെ ഒരു 100 ഉണ്ട്, ഇവിടെ ഒരു 100 ഉണ്ട്. ഇത് ക്യാൻസൽ ആയില്ലേ? അത് രണ്ടും ക്യാൻസൽ ആയില്ലേ? അത് രണ്ടും ക്യാൻസൽ ആയില്ലേ? ഇനി ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയാടെ ഇവിടെ ബാക്കി എന്താ ഉള്ളത്? ബാക്കിയുള്ളത് എന്താ, ഈ ഒരു സാധനം കണ്ടോ. ഇതെന്താണ് സാർ? ഇതാണ് നമ്മുടെ പുതിയ യൂണിറ്റ് 10G 10 സെന്റിമീറ്റർ 0.1 സെക്കൻഡ് സ്ക്വയർ. ഇതാണ് നമ്മുടെ പുതിയ യൂണിറ്റ് അല്ലെ. അത് കണ്ടുപിടിക്കണേ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ 10ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ പോരെ. അതായത് ഇവിടെ 1 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ 10, അതായിരിക്കും എന്ത് സാറേ, 10G 10 സെന്റിമീറ്റർ ബൈ 0.1 സെക്കൻഡ് സ്ക്വയർ. അതായത് നമ്മുടെ പുതിയ യൂണിറ്റ് ഇതായിരിക്കും. യെസ് ഓർ നോ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പല മെത്തേഡുകളും പലരും ചെയ്തിട്ടുണ്ട്. പക്ഷെ ദിസ് ഇസ് ആക്ച്വൽ മെത്തേഡ്, ദിസ് ഇസ് ദ ട്രൂ മെത്തേഡ്. ഓക്കെ, സോ നമ്മുടെ വാല്യൂ എത്രയാണ് കിട്ടാ, പുതിയ യൂണിറ്റ് എത്രയാ, 1 ന്യൂട്ടൺ ബൈ 10. അതായത് ഓപ്ഷൻ ഇവിടെ 0.1 ന്യൂട്ടൺ. ഇതായിരിക്കും ഇവിടെ നമ്മുടെ റൈറ്റ് ആൻസർ. ക്ലിയർ? ഇതായിരിക്കും നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ശരി, നമുക്കിത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ പക്കയാവാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം, ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു തരാം. 2 ക്വസ്റ്റ്യൻ കൂടെ കോൺസെപ്റ്റ് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 2 ക്വസ്റ്റ്യൻ കൂടെ എക്സ്ട്രാ ചെയ്തു തരാം. ഓക്കെ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ടെ. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഇത് നീറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് ഞാൻ 2 ക്വസ്റ്റ്യൻ എക്സ്ട്രാ ചെയ്ത് തരാം. ശ്രദ്ധിക്കാം, ഇവിടെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. ശ്രദ്ധിക്കാം, നമ്മളോട് പറഞ്ഞത് യൂണിറ്റ്സ് ഓഫ് ഫോഴ്സ്, വെലോസിറ്റി ആൻഡ് ലെങ്ത് are halved. ഓക്കെ, ഫോഴ്സിന്റെയും വെലോസിറ്റിയുടെയും ലെങ്തിന്റെയും യൂണിറ്റുകൾ എന്തായത് ഹാഫ് ആക്കി. ഓക്കെ, then unit of power becomes അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പവറിന്റെ യൂണിറ്റ് എന്ത് സംഭവിക്കും? ഒന്നാമത്തത് പവറിന്റെ യൂണിറ്റ് ഹാഫ് ആവും, രണ്ടാമത്തെ ഓപ്ഷൻ പവറിന്റെ യൂണിറ്റ് 1/3 ആവും, മൂന്നാമത്തെ ഓപ്ഷൻ പവറിന്റെ യൂണിറ്റ് 1/4 ആവും, നാലാമത്തെ ഓപ്ഷൻ പവറിന്റെ യൂണിറ്റ് 1/5 ആവും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കാം, എടാ ഇവിടെ നമുക്കറിയാം, നമുക്ക് പവറിന്റെ ഇക്വേഷൻ എന്താ, പവറിന്റെ ബേസിക് ഇക്വേഷൻ എന്താ, ഫോഴ്സും വെലോസിറ്റി ലെങ്ത്തും ആണ്. പവർ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല.
ഫോഴ്സും വെലോസിറ്റിയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പവറിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, പവർ ഈക്വൽ ടു എഫ് ബി. നിങ്ങൾ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നതാണ് പവർ ഈക്വൽ ടു എഫ് ബി എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലേ. ഇസോർണോ പവർ ഈക്വൽ ടു എഫ് ബി എന്ന് എഴുതാം, ശരിയല്ലേ? ഓക്കെ. ഇനി നമ്മൾ അവിടെ എന്താ പറയുന്നത്? പവർ ഈക്വൽ ടു എഫ് ബി. നമ്മളോട് ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ ഇതിനാ ഇങ്ങനെ എഴുതാൻ ഞാൻ എന്നാല് എഫിന്റെ കൊണ്ട് എന്താടാ? എഫിന്റെ കൊണ്ട് ന്യൂട്ടൺ, വെലോസിറ്റി കൊണ്ട് മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് പവറിന്റെ നോർമൽ യൂണിറ്റ് അല്ലെ. ഇവിടെ നമ്മളോട് എന്താ പറയുന്നത്? ഇവിടെ നമ്മളോട് പറയുന്നത് ഇതിൽ ഫോഴ്സിന്റെ യൂണിറ്റ് പകുതിയായി, അതുപോലെ വെലോസിറ്റിയുടെ യൂണിറ്റ് പകുതിയായി. കണ്ടോ? അപ്പൊ തുടക്കത്തിൽ യൂണിറ്റ് ഇതാണ്. ഇതെന്ത് ക്വസ്റ്റ്യനാണ്? നമ്മളോട് യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താ? u1 ഈക്വൽ ടു u2 എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് കേട്ടോ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഉപയോഗിച്ച അതേ ഫോർമുല. അപ്പൊ u1 ഇതാണ്. ഇനി u2 എന്താടാ? u2 എന്താ? ഇപ്പൊ നമ്മള് ന്യൂട്ടൺ ആണ് എഴുതുക അല്ല, യൂണിറ്റ് എന്താ? ഹാഫ് ചെയ്തു, ന്യൂട്ടൺ ബൈ 2. മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് എഴുതുക അല്ല, അതെന്ത് ചെയ്തു? ഹാഫ് ചെയ്തു, മീറ്റർ ബൈ 2 സെക്കൻഡ് എന്ന് എഴുതി. കണ്ടോ? അപ്പൊ u2 എന്ന് പറഞ്ഞാൽ എന്താടാ? ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓർണോ അല്ലെ? ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? പഴയ യൂണിറ്റ്. പുതിയ യൂണിറ്റിന് എന്താ സംഭവിച്ചത്? പഴയ യൂണിറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അതായത് 1/4. അതായത് എന്ത് പറ്റിയടാ? 1/4. കണ്ടോട്ടെ, ഇത് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഇക്വേറ്റ് ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാം, ഡയറക്റ്റ് ആയിട്ട് കണ്ട മനസ്സിലാവണില്ലേ? ആദ്യം ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു, ഇപ്പോഴെന്തായി പറ്റി? ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡിന്റെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡയറക്റ്റ് ആയിട്ട് എന്ത് പറ്റി? യൂണിറ്റ് 1/4 ആവും. നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച കാര്യം ഇതാണ്, യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 2 യൂണിറ്റുകളെയും ഇക്വേറ്റ് ചെയ്ത് നോക്കണം. കണ്ടോ? യൂണിറ്റ് എഴുതി മറ്റേ യൂണിറ്റ് നോക്കി, രണ്ടും കൂടി എന്ത് ചെയ്യണം? ഇക്വേറ്റ് ചെയ്ത് നോക്കണം. ഓക്കെ. സാർ ഈ ഫോർമുല ഇപ്പൊ എപ്പോഴും ഉപയോഗിക്കുക? ഞാൻ എന്ത് ചെയ്യാം? നല്ലൊരു ചോദ്യം കൂടെ കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു ചോദ്യം കൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്താ ആ കോൺസെപ്റ്റ് ക്ലിയർ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ശ്രദ്ധിക്കാം. നമുക്കൊരു 7ാമത്തെ ചോദ്യം ചെയ്യാം. നമ്മളോട് പറയുന്നു, മാസിന്റെ യൂണിറ്റ് നിങ്ങൾ 5 kg എന്ന് എടുക്കാം. ലെങ്ത്തിന്റെ യൂണിറ്റ് നിങ്ങൾ 10 മീറ്റർ എന്ന് എടുക്കുക. ടൈമിന്റെ യൂണിറ്റ് നിങ്ങൾ 2 സെക്കൻഡ് എന്ന് എടുക്കുക. ഓക്കെ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദെൻ ഫൈൻഡ് value of torque in new system. പുതിയ സിസ്റ്റത്തിൽ ടോർക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓപ്ഷൻ ഞാൻ ഇവിടെ കോമൺ ആയിട്ട് എഴുതാം. ഓപ്ഷൻ എ 125, ഓപ്ഷൻ ബി 0.125, ഓപ്ഷൻ സി 8 into 10⁻⁻3. ഇവിടെ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ശരി. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 125.0125. ഓക്കെ, ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, സോ ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? വാല്യൂ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ, ന്യൂമറിക്കൽ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ n1 u1 equal to n2 u2 ഡയറക്റ്റ് ആയിട്ട് ഇതാണ് എഴുതേണ്ടത്. ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ചോദിക്കുന്നത് ടോർക്കിന്റെ വാല്യൂ ആണ്. ടോർക്കിന്റെ വാല്യൂ പുതിയ സിസ്റ്റത്തിൽ കേട്ടോ. വാല്യൂ ഓഫ് ഇങ്ങനെ എഴുതാം, 1 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ഇൻ ന്യൂ സിസ്റ്റം. 1 ന്യൂട്ടൺ മീറ്റർ ടോർക്കിന്റെ വാല്യൂ പുതിയ സിസ്റ്റത്തിൽ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ പഴയ സിസ്റ്റത്തിൽ n1 എത്രയാടാ? 1. u1 എത്രയായിരുന്നു? ന്യൂട്ടൺ മീറ്റർ. കേട്ടോ. ഇനി പുതിയ സിസ്റ്റത്തിലേക്ക് വരുമ്പോ n2 വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓർമ്മ, പുതിയ സിസ്റ്റത്തിലെ n2 വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. യൂണിറ്റ് എന്തായിരിക്കും? ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് ഇതിനൊന്ന് വലുതാക്കി എഴുതുമ്പോ ഈ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നതിനെ 1 ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ kg മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെ? പിന്നെ ഒരു മീറ്റർ കൂടി ഉണ്ട് അല്ലെ? സോ kg മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതായിരിക്കും നമ്മുടെ 1 ന്യൂട്ടൺ മീറ്ററിനെ കേസിൽ എഴുതുമ്പോൾ, വലുതാക്കി എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു n2 ഇൻറ്റു, ഇവിടെ നമുക്ക് kg ആണ്, ഇവിടെ നമുക്ക് മാസിന് പകരം എന്ത് എഴുതണം? 5 kg എന്ന് എഴുതണം അല്ലെ? 5 kg ഇൻറ്റു
ഇവിടെ നമുക്ക് മീറ്റർ സ്ക്വയർ ആണ്, പക്ഷെ ഇവിടെ 10 മീറ്ററിന്റെ സ്ക്വയർ എന്ന് എഴുതണം അല്ലെ. അപ്പൊ 10 സ്ക്വയർ ദെൻ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇവിടെ നമുക്ക് സെക്കൻഡിന്റെ സ്ക്വയർ ആണ്, എസ് സ്ക്വയർ ആണ്, പക്ഷെ ഇവിടെ ടൈമിന്റെ യൂണിറ്റ് എന്താ 2 സെക്കൻഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ സ്ക്വയർ എഴുതണം. അപ്പൊ 4 സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതണം. കണ്ടോ? ഓക്കെ, നമുക്ക് ഇനി N2ന്റെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓൾറെഡി കെ ജി, ഇവിടെയും കെ ജി ആണ്. അപ്പൊ ഇനി വേറെ കൺവേർഷൻ ഇല്ല. കെ ജി ക്യാൻസൽ, ഇവിടെ മീറ്റർ സ്ക്വയർ ക്യാൻസൽ, സെക്കൻഡ് സ്ക്വയർ ക്യാൻസൽ. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? N2ന്റെ വാല്യൂ എന്തായിരിക്കും? എടാ പറ, ഇവിടെ 1 നാനോമീറ്റർ ഉണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു N2 ഇൻറ്റു 5 ഇൻറ്റു 10 സ്ക്വയർ എത്രടാ? 500 ഡിവൈഡഡ് ബൈ 4 അല്ലേ. സോ N2ന്റെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടി? N2ന്റെ വാല്യൂ എന്ന് പറയുന്നത് N2 is equal to 4/500 എന്ന് കിട്ടും അല്ലേ. N2ന്റെ വാല്യൂ 4/500 എന്ന് കിട്ടും. ശരിയല്ലേ? ന്യൂട്ടൺ മീറ്റർ. 4/500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതട്ടെ. ഇത് ഞാൻ എന്ത് ചെയ്യാം, മുകളിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡഡ് ബൈ 500. താഴെ എന്ത് ചെയ്തു, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കണ്ടോ, മുകളിലും താഴത്തെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ 1000 ഞാൻ എന്ത് ചെയ്യാം, 10⁻³ എന്ന് എഴുതി. ഇത് എത്രയാണ് കിട്ടുക? ദിസ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. അപ്പൊ N2ന്റെ വാല്യൂ എത്രയാ? 8 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. ക്ലിയർ? ഇതേ ക്വസ്റ്റ്യനെ തന്നെ ഞാൻ എന്ത് ചെയ്യാം, ചെറിയൊരു മാറ്റം വരുത്താനായിട്ട് പോകാം കേട്ടോ. ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ ഞാൻ ചെറിയൊരു മാറ്റം വരുത്താനായിട്ട് പോവാണ്. മാറ്റം ഇതാണ്, ഇവിടെ വാല്യൂ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറയാണ്. കണ്ടോ, സെയിം ക്വസ്റ്റ്യൻ, ഒരു വാക്ക് മാത്രമാണ് ഞാൻ മാറ്റുന്നത്. ഈ വാല്യൂ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്. വാല്യൂ അല്ല കണ്ടുപിടിക്കേണ്ടത്, യൂണിറ്റ് കണ്ടുപിടിക്കൂ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, U1 എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യത്തെ സിസ്റ്റത്തിൽ ന്യൂട്ടൺ മീറ്റർ ആണ് അല്ലെ. ന്യൂട്ടൺ മീറ്ററിന് നമ്മളിപ്പോ എങ്ങനെ എഴുതിയത്, കെ ജി മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് നമ്മുടെ ന്യൂട്ടൺ മീറ്റർ അല്ലെ. ഇനി പുതിയ സിസ്റ്റം എന്ന് പറയുമ്പോൾ U2, പുതിയ സിസ്റ്റത്തിൽ കെ ജിക്ക് പകരം നമ്മൾ എന്ത് എഴുതണം, 5 kg എന്ന് എഴുതണം അല്ലെ. 5 kg എന്ന് എഴുതണം ഇൻറ്റു മീറ്ററിന് പകരം എന്ത് ചെയ്യണം, 10 സ്ക്വയർ മീറ്റർ സ്ക്വയർ എന്ന് എഴുതണം അല്ലെ. ജസ്റ്റ് പറഞ്ഞോ, 10 മീറ്റർ എന്ന് എഴുതി, അതിന് സ്ക്വയർ ചെയ്തപ്പോ ഇങ്ങനെ വന്നു. ഡിവൈഡഡ് ബൈ സെക്കൻഡ് സ്ക്വയറിന് പകരം 4 സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതണം അല്ലെ. ഇത് നമ്മൾ എന്ത് ചെയ്യണം, രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാണ് വേണ്ടത്. ശരിയല്ലേ? രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേറ്റ് ചെയ്യണം. സോ നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ U1 ഈക്വൽ ടു U2. ഇതെന്താണ് സാർ ഈ ഫോർമുല ഉപയോഗിച്ചത്? കാരണം ചോദിച്ചിരിക്കുന്നത് യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. യൂണിറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ U1 ഈക്വൽ ടു U2 എന്ന് എഴുതാം. U1 എന്ന് പറഞ്ഞാൽ എന്താ, കെ ജി മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ U2 എന്ന് പറഞ്ഞാൽ എന്താ, U2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 kg ഇൻറ്റു 10 സ്ക്വയർ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 സെക്കൻഡ് സ്ക്വയർ അല്ലെ. നിങ്ങളോട് ശ്രദ്ധിക്കുക, ഇത് രണ്ടും കൂടെ ഈക്വൽ ആകണമെങ്കിൽ, ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഇതിനോട് ഈക്വൽ ആവണമെങ്കിൽ, ഇത് നമ്മുടെ പഴയ യൂണിറ്റ് ആണ് അല്ലെ. ഇത് നമ്മുടെ പഴയ യൂണിറ്റ് അല്ലെ. സ്വർണ്ണോ, ഇത് എന്ന് പറയുന്നത് പഴയ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. ഇത് ഇതിനോട് ഈക്വൽ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു 500/4 കൊണ്ട് എന്ത് ചെയ്യണം, ഇതിനെ 500/4 കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സ്വർണ്ണോ, അപ്പോഴല്ലേ ഇത് ഇതിനോട് ഈക്വൽ ആവുക. സ്വർണ്ണോ, അതായത് പഴയ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ന്യൂട്ടൺ മീറ്റർ നിങ്ങൾ എന്ത് ചെയ്യണം, 500/4, അതായത് 125 നിങ്ങൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴല്ലേ പുതിയ യൂണിറ്റ് കിട്ടുക. അപ്പൊ പുതിയ യൂണിറ്റ് എന്ന് പറയുന്നത് പഴയ യൂണിറ്റിനെ 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. സോ ഇതിന്റെ ആൻസർ എന്തായിരിക്കടാ, ഒറ്റൊരു വാക്യം മാറിയുള്ളൂ. യൂണിറ്റ് എന്നായിട്ട് ആൻസർ എത്രയായിട്ട് മാറി, 125 ന്യൂട്ടൺ മീറ്റർ എന്നായിട്ട് മാറി. ക്ലിയർ? ഓക്കെ. അപ്പോ ഈ രണ്ട് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. മനസ്സിലായില്ല ഒന്ന് പുറകിലേക്ക് പോവുക, തീർച്ചയായിട്ടും മനസ്സിലാവും. ശരിയല്ലേ? ഓക്കെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വേണം. ഒൻപതാമത്തെ ഒരു ക്വസ്റ്റ്യൻ. നമ്മുടെ ഒൻപതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, നമുക്ക് കുറച്ച് ഗ്രാഫുകൾ തന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ന്യൂട്ടൺ മീറ്റർ ഉണ്ട്, ഇവിടെ N ഉണ്ട്. ന്യൂട്ടൺ മീറ്റർ അല്ല, റിയലി സോറി, NU ഉണ്ട്. നമുക്ക് ഇങ്ങനെയാണ് ഗ്രാഫ്. ഇനി ഇവിടെ അടുത്തൊരു ഗ്രാഫ്, ഫസ്റ്റ് ഗ്രാഫ്. രണ്ടാമത്തെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് NU ഉണ്ട്, ഇവിടെ N ഉണ്ട്.
ഇനി മൂന്നാമത്തെ ഗ്രാഫ് വരുന്നത് ഇവിടെ എന്നും യു ആണ്, ഗ്രാഫ് ഇങ്ങനെയാണ്. ഇനി നാലാമതായിട്ട് നമുക്ക് ഓൾ ഓഫ് ദീസ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിൽ ഏത് ഗ്രാഫാണ് ശരി എന്നാണ് ചോദ്യം. ഇതിൽ ഏത് ഗ്രാഫാണ് ശരി? നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യാം? ഇത് ആൻസർ ചെയ്യാനായിട്ടുള്ളത് ഈ ഒരു ഫോർമുലയാണ്. നമുക്ക് ഇതിനെ ബേസ് ചെയ്താണ് ആൻസർ ചെയ്യേണ്ടത്. നമ്മൾ NU is equal to constant എന്ന് എഴുതി. NU is equal to constant. NU equal to constant അങ്ങനെയെങ്കിൽ അതിനർത്ഥം എന്താ? N proportional to 1 by അല്ലേ? ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ് അല്ലേ? ന്യൂമറിക്കൽ വാല്യൂ യൂണിറ്റും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. അതായത് ഈ ഗ്രാഫ് ശരിയാണ് അല്ലെ? ഇനി ഇതനുസരിച്ച് NU equal to constant, ഇവിടെ n-ന്റെ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും NU-ന്റെ വാല്യൂ എന്താ? കോൺസ്റ്റന്റ്. ഈ ഗ്രാഫും ശരിയാണ് അല്ലെ? ഇവിടെ നോക്കി, n-ന്റെ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും NU-ന്റെ വാല്യൂ കോൺസ്റ്റന്റ്. ഇതെന്താണ്? ശരിയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഓൾ ഓഫ് ദീസ്. എല്ലാ ഗ്രാഫുകളും എന്താണ്? ശരിയാണ്. ഓക്കെ, സോ നമ്മളിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ നീറ്റിനും ജെയ്ക്കും ഒരുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയുള്ള വീഡിയോസ് നീറ്റിന് സെപ്പറേറ്റ്, ജെയ്ക്ക് സെപ്പറേറ്റ്, ആ രീതിയിലായിരിക്കും ചെയ്യുക. സോ ബൈ.